ശനി ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾ ഉണ്ടാക്കിത്തരും എന്ന് കേട്ടാൽ തന്നെ പലർക്കും ചിരി വരും. കാരണം ശനിയെക്കുറിച്ചുള്ള പൊതുവിലുള്ള ധാരണ വേറെ ഒരു തരത്തിലാണ്. മനുഷ്യ ജീവിതത്തിലെ നെഗറ്റീവായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, മരണം, രോഗം, ദുഃഖം, കടം, ശത്രു, ഇങ്ങനെ എല്ലാ വിപരീതമായിട്ടുള്ള കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ശനിയിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ശനിക്ക് മേലെ ഇത്രയും നമ്മൾ ഭയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ജനന സമയത്ത് ശനി ചില പ്രത്യേക രാശികളിൽ നിന്നാൽ, ലഗ്നം എന്നടയാളപ്പെടുത്തുന്ന രാശിയിൽ നിന്നും ചില പ്രത്യേക രാശികളിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ശനി വളരെ ഗുണഫലങ്ങൾ നൽകും, രാജയോഗങ്ങൾ പോലും സമ്മാനിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ലതെന്ന് കരുതുന്ന വ്യാഴവും ശുക്രനും ഒക്കെ നൽകുന്നതിനേക്കാളും മികച്ച ഫലങ്ങൾ, മികച്ച ഗുണാനുഭവങ്ങൾ ശനി പ്രദാനം ചെയ്യും, അതിൻ്റെ ഇഷ്ടസ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ജാതകം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ ഈ ശനി നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. അതിനുള്ള വഴിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ തന്നെയോ അല്ലെങ്കിൽ മക്കളുടെയോ ഒക്കെ ജാതകമുണ്ടെങ്കിൽ എടുത്ത് നോക്കുക, അതിലെ ലഗ്നരാശി മനസ്സിലാക്കുക. അതിനുശേഷം ഇനി പറയാൻ പോകുന്ന ആ രാശികളിലൊക്കെയാണ് ശനി നിൽക്കുന്നതെങ്കിൽ ശനി ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും എന്ന് മനസ്സിലാക്കണം. ഓരോ രാശികളുടെയും വിവരങ്ങൾ പറയുന്നതിന് മുൻപ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അത് ജ്യോതിഷത്തിനെക്കുറിച്ച് ഒട്ടും അറിവില്ലാത്തവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങൾക്കും അവർക്ക് പരിപൂർണമായി ബലം സിദ്ധിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബലം സിദ്ധിക്കുന്ന ചില രാശികളുണ്ട്. ആ രാശികളെയാണ് അതാത് ഗ്രഹങ്ങളുടെ ഉച്ചരാശികളെന്ന് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങൾക്കുമുണ്ട്. അങ്ങനെ ശനിക്ക് ഉച്ചം പ്രാപിക്കുന്ന രാശിയാണ് തുലാം രാശി. തുലാം രാശി നിൽക്കുമ്പോൾ ശനി പൂർണ്ണ ബലവാനാണെന്നർത്ഥം. അതേപോലെ ഒട്ടും ബലമില്ലാതാകുന്ന അവസ്ഥയ്ക്കാണ് നീചം എന്ന് പറയുന്നത്. ശനിയുടെ നീചരാശി മേടം രാശിയാണ്. ഈ കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഓരോ രാശികളായിട്ട് പരിശോധിക്കാം. ആദ്യം മേടം രാശി. മേടം രാശിക്കാർക്ക് ശനിയുടെ ഇഷ്ടസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ 3, 6, 11 ആയി വരുന്ന രാശികളാണ്. അതായത് മിഥുനം, കന്നി, കുംഭം, ഈ 3 രാശികളാണ് ശനിയുടെ ഇഷ്ടസ്ഥാനങ്ങളെന്ന് പൊതുവിൽ പറയാം. ഇതിൽ തന്നെ കുംഭം രാശി നിൽക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും. കാരണം അത് ശനിയുടെ സ്വന്തം ക്ഷേത്രമായിട്ട്, സ്വന്തം രാശിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനിയും ഇത് കൂടാതെ മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തുലാം രാശിയിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ അത് ഇഷ്ടസ്ഥിതി അല്ലെങ്കിൽ പോലും ഉച്ചരാശിയിലാണ് എന്നുള്ളത് കൊണ്ട് ദോഷങ്ങളൊന്നും ചെയ്യില്ല, ഗുണഫലങ്ങളെ നൽകുകയുള്ളൂ. അതേപോലെ ഈ തുലാം രാശിയിലും മകരം രാശിയിലും നിൽക്കുമ്പോൾ ശനിക്ക് ശശയോഗം എന്നുള്ള ഒരു വിശേഷപ്പെട്ട യോഗമുണ്ടാകും. പഞ്ചമഹായോഗങ്ങൾ ഗണത്തിൽപ്പെടുന്നതാണ്, ശനിയായിട്ടുണ്ടാക്കുന്ന യോഗമാണ്. അത് വളരെ വിശേഷ ഫലങ്ങൾ നൽകുന്നതുമാണ്. അപ്പോൾ ഈ 2 രാശികൾക്കും ആ ഒരു ഗുണഫലം സിദ്ധിക്കും. ഇനി മേടം രാശിക്ക് മറ്റൊരു രാശിക്കുമില്ലാത്ത ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്, മേടം ലഗ്നമാവുകയും ശനി അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ വളരെ ദോഷകരമായിട്ട് ഭവിക്കേണ്ടതാണ്. കാരണം ഒരു ഗ്രഹം നീചം പ്രാപിച്ച് ലഗ്നരാശിയിൽ തന്നെ നിൽക്കുന്നത് വളരെ മോശപ്പെട്ട ഫലങ്ങളാണ് നൽകുന്നത്. പക്ഷേ മേടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ശനി അവിടെ നിൽക്കുമ്പോൾ ശനിക്ക് നീചഭംഗ രാജയോഗം എന്നൊരു പ്രത്യേക യോഗം സിദ്ധിക്കുന്നു. അപ്പോൾ അതും നല്ല അനുഭവങ്ങൾ തന്നെ കൊടുക്കുന്നു എന്നർത്ഥം. ഇടവം രാശി ലഗ്നമായിട്ട് ജനിക്കുന്നവർക്ക് ശനിയുടെ ഇഷ്ടസ്ഥിതി വരുന്നത് കർക്കിടകം, തുലാം, മീനം എന്നീ രാശികളാണ്. ഈ 3 ഇടങ്ങളിലും ശനി വിശേഷപ്പെട്ട ഫലങ്ങൾ നൽകും. അതിൽ തന്നെ അതിബൃഹത്തായ ഫലങ്ങൾ നൽകുന്നത് തുലാം രാശി നിൽക്കുമ്പോഴാണ്. അവിടെ 3 ഘടകങ്ങൾ ഒന്നിച്ചു ചേരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 1 ശനിയുടെ ഉച്ചരാശിയാണ്, 2 ഇഷ്ടസ്ഥിതിയാണ്, അതുകൂടാതെ ഇടവൻ രാശിക്കാർക്ക് ശനി യോഗകാരകനുമാണ്. അപ്പോൾ ഈ ഒരു രാശിക്ക്, ഇടവൻ രാശിക്കാർക്ക് ഇങ്ങനെ ശനിയെ കിട്ടുന്നത് പോലെയുള്ള ഫലങ്ങൾ വേറെ ഒരു രാശിക്കാർക്കും ശനി എവിടെ നിന്നാലും കൊടുക്കുന്നില്ല എന്നർത്ഥം. ഇടവൻ രാശിക്കാർക്ക് കുംഭം രാശിയിൽ ശനി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശശയോഗം എന്നൊരു യോഗം സംജാതമാകും. അതും വിശേഷപ്പെട്ട ഫലങ്ങൾ തന്നെ നൽകുന്നതാണ്. മകരം രാശിയിൽ നിൽക്കുമ്പോഴും ശനി ദോഷങ്ങളൊന്നും നൽകുന്നില്ല, കാരണം അതും സ്വക്ഷേത്രമാണ്. മറ്റു രാശികളെ അപേക്ഷിച്ച് മിഥുനം രാശിക്കാണ് ശനിയുടെ ആനുകൂല്യം അതിൻ്റെ ഇഷ്ടസ്ഥിതിയിലൂടെ പൂർണ്ണമായും ലഭിക്കാത്തത്. അതിൻ്റെ കാരണം ഈ മിഥുനം രാശിയുടെ 3ആയിട്ട് വരുന്ന ചിങ്ങൻ രാശി, 6ആയിട്ട് വരുന്ന വൃശ്ചികൻ രാശി, 11ആയിട്ട് വരുന്ന മേടം രാശി, ഈ 3 രാശികളിലും ശനിക്ക് കാര്യമായിട്ടുള്ള ബലമില്ല. ചിങ്ങൻ രാശിയിലും വൃശ്ചികൻ രാശിയിലും കാര്യമായിട്ടുള്ള ബലമില്ല. മേടം രാശിയിലാണെങ്കിൽ ഒട്ടും തന്നെ ബലമില്ലാത്ത അവസ്ഥയാകും. അതാണ് മുൻപ് ഞാൻ സൂചിപ്പിച്ച നീചരാശി എന്നുള്ളത്.
അപ്പോൾ അതുകൊണ്ട് ശനിയിൽ നിന്നും കാര്യമായിട്ടുള്ള ഗുണങ്ങളൊന്നും മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. മിഥുനം രാശിക്കാർക്ക് ഉച്ചത്തിലും സ്വക്ഷേത്രത്തിലുമൊക്കെ ശനി നിൽക്കുമ്പോൾ ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുകയും വേണം. കർക്കിടകം രാശി ലഗ്നമായിട്ട് ജനിക്കുന്നവർക്ക് അതിൻ്റെ 3 വരുന്ന കന്നി, 6 വരുന്ന ധനു, 11 വരുന്ന ഇടവം, ഈ രാശികളിലൊക്കെ നിൽക്കുമ്പോൾ ശനി വിശേഷപ്പെട്ട ഫലങ്ങൾ കൊടുക്കും. അത് കൂടാതെ മകരം രാശിയിൽ നിൽക്കുമ്പോഴും തുലാം രാശിയിൽ നിൽക്കുമ്പോഴും ശനിക്ക് ശശയോഗം എന്നൊരു അവസ്ഥ സംജാതമാകും. അത് വിശേഷപ്പെട്ട യോഗമാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴും ദോഷമൊന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. ഇതുകൂടാതെ സ്വക്ഷേത്രമായിട്ടുള്ള കുംഭൻ രാശിയിൽ നിൽക്കുമ്പോഴും അഷ്ടമസ്ഥിതിയാണെങ്കിലും ശനി ദോഷങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കുകയില്ല. കർക്കിടകൻ രാശിക്കാർക്ക് ശനി മേടം രാശിയിൽ നിൽക്കുമ്പോൾ അവിടെ നീചഭംഗ രാജയോഗം സംഭവിക്കും. അതും വിശേഷപ്പെട്ട യോഗമാണ്. ചിങ്ങം രാശി ലഗ്നക്കാർക്ക് 3 വരുന്ന തുലാം രാശി, 6 വരുന്ന മകരം രാശി, 11 വരുന്ന മിഥുനം രാശി, ഈ 3 രാശികളിൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ ശനി പ്രദാനം ചെയ്യും. അതിൽ തന്നെ അതിബൃഹത്തായിട്ടുള്ള ഫലങ്ങൾ കൊടുക്കുന്നത് തുലാം രാശിയിൽ നിൽക്കുമ്പോഴാണ്. അവിടെ ശനിക്ക് ഇഷ്ടസ്ഥിതിയും ഉച്ചസ്ഥിതിയും ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. കുംഭം രാശിയിൽ ശനി നിൽക്കുമ്പോൾ ശനിക്ക് ശശയോഗം സംഭവിക്കുന്നു. അത് നല്ലതാണ്. ഈ ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും മോശപ്പെട്ട അനുഭവങ്ങൾ ശനി പ്രദാനം ചെയ്യുന്നത് മേടം രാശിയിൽ നിൽക്കുമ്പോഴാണ്. കന്നി രാശി ലഗ്നമായിട്ടുള്ളവർക്ക് ശനിയുടെ ഇഷ്ടസ്ഥിതി വരുന്നത് 3ാമത്തെ രാശിയായ വൃശ്ചികത്തിലും 6ാമത്തെ രാശിയായ കുംഭത്തിലും 11ാമത്തെ രാശിയായ കർക്കിടകത്തിലുമാണ്. ഈ രാശികളിൽ ശനി നിൽക്കുമ്പോൾ നല്ല ഫലങ്ങൾ നൽകുന്നു. ഇതിൽ തന്നെ കുംഭത്തിൽ നിൽക്കുമ്പോൾ പ്രായണ കൂടുതൽ നല്ല അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. കൂടാതെ ഉച്ചസ്ഥിതിയിലും സ്വക്ഷേത്രമായിട്ടുള്ള മറ്റൊരു രാശിയായ മകരം രാശിയും ഒക്കെ നിൽക്കുമ്പോൾ ശനി ദോഷങ്ങളൊന്നും ചെയ്യില്ല, കുറേ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. മേടം രാശി നിൽക്കുന്നത് വലിയ കഷ്ടതരമായിട്ടുള്ള അനുഭവങ്ങൾ കന്നിരാശിക്കാർക്ക് പ്രദാനം ചെയ്യും. തുലാം രാശി ലഗ്നമായിട്ടുള്ളവർക്ക് ശനിയുടെ ഇഷ്ടസ്ഥിതി വരുന്നത് ധനു, മീനം, ചിങ്ങം എന്നീ രാശികളിലാണ്. ഇതുകൂടാതെ ശനി നിൽക്കുന്നത് ലഗ്നത്തിൽ തന്നെയാണെങ്കിൽ, തുലാം ലഗ്നത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ ശശയോഗം ഉണ്ടാകും. മകരം രാശിയിലാണ് ശനി നിൽക്കുന്നതെങ്കിലും ശശയോഗം ഉണ്ടാകും. ഇനി ശനി നിൽക്കുന്നത് 7ാമത്തെ രാശിയായിട്ടുള്ള മേടം രാശിയിലാണെങ്കിൽ അവിടെ നീചഭംഗ രാജയോഗവും ഉണ്ടാകും. അപ്പം അങ്ങനെ വളരെ കൂടുതൽ രാശികളിൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നു തുലാം രാശി ലഗ്നക്കാർക്ക്. വൃശ്ചികം രാശി ലഗ്നമായിട്ടുള്ളവർക്ക് അവരുടെ 3ാമത്തെ രാശിയായിട്ട് വരുന്ന മകരം രാശി, 6 വരുന്ന മേടം, 11 വരുന്ന കന്നി, ഈ രാശികളാണ് ഇഷ്ടസ്ഥിതികളായിട്ടുള്ളത്. ഇതിൽ തന്നെ മേടത്തിൽ നിൽക്കുമ്പോൾ കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും ഉണ്ടാവില്ല, ദോഷകരമാണത്. ഇഷ്ടസ്ഥിതിയാണെങ്കിൽ പോലും നല്ല അനുഭവങ്ങൾ കൊടുക്കാനുള്ള പ്രാപ്തി ശനിക്ക് മേടം രാശിയിൽ ഉണ്ടാകുന്നില്ല. പക്ഷെ മകരത്തിൽ നിൽക്കുമ്പോൾ നല്ല ഫലങ്ങൾ കൊടുക്കുന്നു. അതേപോലെ കന്നി രാശിയിൽ നിൽക്കുമ്പോഴും നല്ല ഫലങ്ങൾ കൊടുക്കുന്നു. കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ ശനിക്ക് ശശയോഗം സംഭവിക്കും. അത് വിശേഷപ്പെട്ട യോഗമാണ്. ഇനി ഉച്ചരാശിയായി തുലാം രാശി നിൽക്കുമ്പോഴും കാര്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ല, ചില ഗുണഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ധനുരാശി ലഗ്നമായിട്ടുള്ളവർക്ക് ശനിയുടെ ഇഷ്ടസ്ഥിതി കുംഭം രാശി നിൽക്കുമ്പോഴും ഇടവം രാശി നിൽക്കുമ്പോഴും തുലാം രാശി നിൽക്കുമ്പോഴുമാണ്. ഇതിൽ തന്നെ തുലാം രാശി നിൽക്കുന്നത് അതിശ്രേഷ്ഠമായിട്ടുള്ള ഫലങ്ങൾ നൽകാൻ പര്യാപ്തമാണ്. ഇടവം രാശിയിലും അതിന് സമാനമായിട്ടൊക്കെയുള്ള ഗുണഫലങ്ങൾ തന്നെ ലഭിക്കും. തുലാത്തിൻ്റെ അതേ അളവിൽ ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുംഭം രാശിയാണെങ്കിലും ശനിയുടെ സുക്ഷേത്രമാണ്, അവിടെയും നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കണം. ഇതുകൂടാതെ മകരം രാശിയും സുക്ഷേത്രമാണ്, അവിടെ നിൽക്കുമ്പോഴും ശനി ദോഷകാരിയല്ല എന്ന് ഓർക്കണം. പക്ഷെ മേടം രാശി നിൽക്കുന്നത് വളരെയധികം കഷ്ടതകൾ കൊടുക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയായി പരിണമിക്കും. മകരം രാശി ലഗ്നക്കാർക്ക് ശനി ലഗ്നാധിപൻ തന്നെയാണ്. അതുകൊണ്ട് ഏത് രാശിയിൽ പോയി നിന്നാലും അത് ആ രാശിക്ക് ദോഷം ചെയ്യില്ല. എന്നാലും മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും ബാധകമാണ്. ഇഷ്ടസ്ഥിതി ഇതിനെ കൂടുതൽ പ്രബലമാക്കുന്നു, കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യാനുള്ള പ്രാപ്തിയും ഉണ്ടാക്കുന്നു. മകരം രാശിയുടെ ഇഷ്ടസ്ഥിതി എന്ന് പറയുന്നത്, ശനിയുടെ ഇഷ്ടസ്ഥിതി മീനം രാശിയാണ് 3ാമത്തെ രാശിയായിട്ട് വരുന്നത്, 6 വരുന്നത് മിഥുനം രാശിയാണ്, 11 വരുന്നത് വൃശ്ചികൻ രാശിയാണ്. അപ്പോൾ ഇവിടെ വൃശ്ചികൻ രാശിയിലുള്ളതിനേക്കാൾ മറ്റ് 2 രാശികൾ നിൽക്കുമ്പോൾ കൂടുതൽ ഗുണാനുഭവങ്ങൾ ശനി പ്രദാനം ചെയ്യും. ശനി മകരം ലഗ്നത്തിൽ തന്നെയാണ്, ലഗ്നരാശിയിൽ തന്നെയാണ് ശനി നിൽക്കുന്നതെങ്കിലും
തുലാം രാശിയിൽ നിന്നാലും ശശയോഗം എന്നുള്ള വിശേഷ യോഗം സംജാതമാകും. അതേപോലെ മേടത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ ഈ രാശിക്കാർക്കും നീചഭംഗ രാജയോഗവും ലഭ്യമാകും. അതും വിശേഷപ്പെട്ടതാണ്. കുംഭം രാശി ലഗ്നമായിട്ടുള്ളവർക്ക് ശനിയുടെ ഇഷ്ടസ്ഥിതി എന്ന് പറയുന്നത് 3, 6, 11, അതായത് മൂന്നാമത്തെ രാശിയായിട്ടുള്ള മേടം, ആറാമത്തെ രാശിയായിട്ടുള്ള കർക്കിടകം, 11 വരുന്ന ധനു, ഈ രാശികളാണ്. ഇതിൽ മേടം രാശിയിൽ ശനി നിൽക്കുന്നത് ഒരു ദുര്യോഗമാണ്. കാരണം ലഗ്നാധിപൻ തന്നെ, ലഗ്നത്തിൻ്റെ അധിപതിയായിട്ടുള്ള ഗ്രഹം തന്നെ അവിടെ നീചത്തിലാകുന്നു. അതുകൊണ്ട് ഒരു ഗുണവും അവിടെ പ്രതീക്ഷിക്കാനില്ല, ഇഷ്ടസ്ഥിതിയാണെങ്കിൽ പോലും. കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ഗുണഫലങ്ങൾ നൽകും, ധനുവിൽ നിൽക്കുമ്പോഴും ഗുണഫലങ്ങൾ നൽകും. ഇതുകൂടാതെ ശനിയുടെ സ്വന്തം രാശിയായിട്ടുള്ള മകരത്തിലും ഉച്ചരാശിയായിട്ടുള്ള തുലാത്തിലുമൊക്കെ നിൽക്കുമ്പോൾ ദോഷങ്ങളൊന്നും ചെയ്യുകയില്ല, കുറേ ഗുണഫലങ്ങളൊക്കെ ലഭ്യമാവുകയും ചെയ്യും. കുംഭം രാശിയിൽ തന്നെ ശനി നിൽക്കുമ്പോൾ ശശയോഗം സംജാതമാകും. മീനം രാശിക്ക് ശനി ഇഷ്ടസ്ഥിതി വരുന്നത് ഒന്ന് ഇടവൻ രാശി നിൽക്കുമ്പോഴാണ്, പിന്നെ ഒന്ന് ചിങ്ങം രാശി നിൽക്കുമ്പോഴാണ്, പിന്നെ മകരത്തിൽ നിൽക്കുമ്പോഴാണ്. ഇതിൽ മകരത്തിൽ നിൽക്കുമ്പോൾ വളരെ വിശേഷപ്പെട്ട ഫലങ്ങൾ നൽകും. കാരണം ശനിയുടെ സ്വക്ഷേത്രമാണത്. ഇതുകൂടാതെ ഉച്ചരാശി നിൽക്കുമ്പോഴും തുലാം രാശി നിൽക്കുമ്പോഴും കുംഭരാശി നിൽക്കുമ്പോഴുമൊക്കെ ശനി ദോഷകാരിയാവുന്നില്ല, ഗുണഫലങ്ങൾ കുറേയൊക്കെ പ്രദാനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാ രാശികൾ ലഗ്നമായി കഴിഞ്ഞാലും ആ ലഗ്നരാശികളിൽ നിന്നും ഈ പറഞ്ഞ രാശികളിലൊക്കെയാണോ ശനി നിൽക്കുന്നതെന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടാം ശനി നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന്.